എന്തുട്ടാല്ലേ ഇന്ന് പീലൂട്ടി ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അവളെന്തെങ്കിലും ചെയ്യുന്ന കണ്ട അപ്പോഴേക്കും മോന് അത് വേണം, അപ്പോഴേക്കും അവൻ വേഗം ഇറങ്ങി വരും. പിന്നെ അവന് പൊട്ട് വേണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണം. ഇതാ ഇപ്പോൾ പീലൂട്ടി ഇതാ റെഡി ആയിട്ടുണ്ട്, നല്ല സുന്ദരിയായി കുട്ടിയായിട്ടുണ്ട്. ഇതാ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരാൾ അപ്പുറത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും ഫംഗ്ഷന് പോകട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഒരു ബീഫ് കറി വയ്ക്കാം. അപ്പം ഞാൻ ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും സബോളയാണ് വേണ്ടത്. വെളുത്തുള്ളി എൻ്റെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി പകരം ഉള്ളവർ നന്നായി ചേർത്തോളൂ കേട്ടോ. ബീഫൊക്കെ ആകുമ്പോൾ വെളുത്തുള്ളി ഇല്ലാതെ വെക്കുന്നത് അത്ര നല്ലതല്ല, എന്നാലും ഇത് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാ ഞാൻ പിന്നെ സബോളയും പിന്നെ കറിവേപ്പിലയും ഒക്കെ എല്ലാം കൂടിയിട്ട് നന്നായിട്ടിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും പിന്നെ പെരിഞ്ചീരകവും അതൊക്കെ ഇട്ട് എല്ലാം കൂടി പരട്ടി ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ. അപ്പോൾ ഒരു ഓരോരോ കുക്കറിൻ്റെ വിസിലിൻ്റെ ഒരു കണക്കനുസരിച്ച് എനിക്ക് എന്തായാലും ഒരു 8 വിസിലിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ബീഫ് അത്യാവശ്യം മൂത്തതുമായിരുന്നു. അപ്പോൾ സബോള ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 പൊടിയാണ് ഇടുന്നത്. മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഒരു ചെറിയ തക്കാളി ആയിരുന്നു. അപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. 2 തക്കാളി അരിഞ്ഞതായിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുക്കറൊക്കെ വിസിലൊക്കെ പോയി. ഞാനൊക്കെ അതൊന്ന് തുറന്ന് നോക്കുകയാണ്, വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണല്ലേ. പ്രത്യേകിച്ച് ചിക്കനും ബീഫൊക്കെ ആകുമ്പോൾ നമുക്കതൊക്കെ ഒന്ന് തുറന്ന് അതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലല്ലേ അതിൻ്റെ ഒരു ഇതുള്ളൂ. അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ഞാൻ. സംഭവം നന്നായി വെന്തിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും മുളകും ഇതൊക്കെ നന്നായി ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് മാറ്റി വയ്ക്കാറുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേദൂട്ടനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ ബീഫും ഞാൻ ഇതിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കഴിച്ചിട്ട് ആൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫും എല്ലാതും അതിൽ കിടന്ന് വെന്ത് മസാലയായിട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്നൊരു ബീഫ് കറിയാണ്. എന്തുട്ടാ അല്ലേ.